ആസ്നൽ ഫാൻസ്, മല്ലു ടോക്ക് ആസ്നൽ ഫാൻസ്, എന്തൊക്കെയുണ്ട് വിശേഷം? യെസ്, ഞാനിന്ന് ഇവിടെ നമ്മുടെയൊക്കെ സ്വപ്ന ഭൂമി എന്നൊക്കെ വേണേൽ പറയാവുന്ന എംബ്രേറ്റ് സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് മുമ്പിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് വിചാരിച്ചു ഇന്നത്തെ ഒരു വീക്കെൻഡ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ വീക്കെൻഡ് ഡിസ്കഷൻ നമുക്കിന്ന് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ആയാലോ? എന്ത് പറയുന്നു? ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം നമുക്കിന്ന് നമ്മളുടെ കൂടെ 2 ഗസ്റ്റുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരാളെ നിങ്ങൾക്ക് എന്തായാലും അറിയാം, നമ്മുടെ പ്രശസ്തൻ എന്നൊക്കെ വേണം പറയാൻ, ഇപ്പോഴത്തെ MT360 അതുപോലെ മല്ലു ടോക്സാസുകളുടെയൊക്കെ തലതൊട്ടപ്പൻ എന്നൊക്കെ വേണം പറയാൻ. അതെ, ദീപക് ബ്രോ ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ദീപക് ബ്രോ, അങ്ങനെ എന്താണ് നമ്മൾ ആദ്യമായിട്ട് ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ നമ്മൾ ആദ്യമായിട്ട് സ്റ്റേഡിയത്തിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഒരു വീക്കെൻഡായി, ഇറങ്ങാൻ തോന്നി, വന്നു. പറ്റില്ല, ഒരു വേറൊരു ഫീലാണിത്. യെസ്, പക്ഷെ അതിനോടൊപ്പം തന്നെ ദീപക് ബ്രോയുടെ ഒപ്പം തന്നെ നമ്മളുടെ കൂടെ ഇന്ന് മറ്റൊരു ഗസ്റ്റും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പം കണ്ടു കാണും, അത് പല വീഡിയോസും നമ്മൾ എഡിറ്റ് ചെയ്ത് തരുന്ന ജിറ്റിൻ. ഹായ്, എൻ്റെ പേര് ജിറ്റിൻ. അരുമ പറഞ്ഞാൽ എൻ്റെ പേര് ജിറ്റിൻ എന്നാണ്. ഞാനാണ് MTയുടെ ചെറിയ ചെറിയ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും, റീൽസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇന്നിപ്പം അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് തന്നെ ചെയ്യാം അല്ലേ? അതായിരിക്കും നല്ലത്. റെസ്പെക്ട് കൊടുക്കണ്ടേ? അതെ, റെസ്പെക്ട് കൊടുക്കണം. അപ്പം അപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഫുൾ ഇപ്പോഴും ഏകദേശം 6 മണി കഴിയാറായി, എന്നിട്ടും ആൾക്കാരൊക്കെ ഇപ്പോഴും വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേറെ ലെവൽ ഫീലാണ് നമ്മൾ സത്യം പറഞ്ഞ സ്റ്റേഡിയത്തിൽ വന്നു കഴിയുമ്പം. ഓക്കെ, നമുക്ക് ഈ ഒരു മാച്ച് ഡിസ്കഷനിലേക്ക് തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ, അതോ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ആദ്യം നമുക്ക് വേണമെങ്കിൽ സ്റ്റേഡിയത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. നമ്മളൊരു സ്റ്റേഡിയം ടൂർ ഉണ്ട്, ആ സ്റ്റേഡിയം ടൂർ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പം എന്താണ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വന്ന് സ്റ്റേഡിയം ടൂർ നടത്തി, എന്താണ് ബ്രോയിൻ്റെ ഒരു ഫീലിങ്സ്? അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മനസ്സൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്, ഒരു എന്താ പറയുക, ഒരു ഹാർട്ട്ഫുൾനെസ്. അത് ഫീൽ ചെയ്തു. എസ്പെഷ്യലി അത് നമുക്ക് ചിലപ്പോൾ കണ്ണ് നിറയും. ഞാൻ കണ്ടു, വരുന്ന വഴി ചില ആൾക്കാർക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും, എന്താ പറയുക, നമ്മുടെ ലോഗോയിലേക്ക് നോക്കി നിൽക്കുന്നതും, അവരിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുന്നു. ചിലരുടെ കണ്ണ് നിറയുന്നു, ചിലർ ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നു. ഇറ്റ്സ് ലൈക്ക്, എന്താ പറയുക, രാജ്യങ്ങളൊക്കെ കറങ്ങി ഒരുപാട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഒരു ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ആഡ് ചെയ്ത് പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ച് കഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഫാൻസ് ഫ്രം ഓൾ അറൗണ്ട് ദ വേൾഡ് വി ക്യാൻ സീ. ഇന്ത്യക്കാർ, അതുപോലെ ഏഷ്യൻസ് ആയിട്ടുള്ളവർ, ഇഷ്ടംപോലെ പേര്, ആഫ്രിക്കൻസ് ആയിട്ടുള്ള ആൾക്കാർ, എല്ലാ റേസിൽ നിന്നുള്ളവർ ഇവിടെ വരുന്നുണ്ട്. സോ ദേ ഹോം ഇറ്റ്സ് ലൈക്ക് അസ്. സോ അവരുടെയും വീടാണ്, നമ്മുടെയും വീടാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം. ദാറ്റ്സ് ഇറ്റ്. ടു ബി ഫെയർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യുവർ ആർസണൽ ഫാൻ എന്ന് പറഞ്ഞാലും ദിസ് ഈസ് അവർ സെക്കൻഡ് ഹോം. എന്ത് പറഞ്ഞാൽ സ്വന്തം വീട് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീടിന് സെയിം ലെവലിൽ തന്നെ നമ്മൾ വില കൽപ്പിക്കുന്നതും അത്രയും തന്നെ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അരുൺ ബ്രോ, നമ്മൾ ഇവിടെ ബോൺമൗത്ത് ഗെയിമിന് 3-2 വിക്ടറിക്ക് നമ്മൾ ഇവിടെ വന്നതാണ്. അതെ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വേറെ ഒരു ഫീലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അന്നത്തെ ദിവസം ഞങ്ങൾ ഭയങ്കര എന്താ പറയുക, ഫസ്റ്റ് ടൈമാണ് നമ്മൾ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ അപ്പോൾ വരുന്നത്. ഇപ്പോഴും ആ സെയിം ഫീലിംഗ് ആണ്. പക്ഷെ ഇന്ന് ഗെയിമില്ല, വേറെ മീൻസ് സ്റ്റേഡിയം തന്നെ മൊത്തത്തിൽ കാണാൻ വേണ്ടി വന്ന. അന്ന് നമുക്ക് ക്ലോക്ക് എൻഡിൽ ഒരു സീറ്റ് ടോപ്പിലാണ്, നമുക്ക് കളി കാണാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഇത്, പിന്നെ കളി കാണുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ്, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആ ഗെയിമിൽ വരുന്നു. 10ാമത്തെ സെക്കൻഡിൽ ഓപ്പോസിറ്റ് ടീം ഗോൾ അടിക്കുന്നു. 58ാം മിനിറ്റിൽ സെക്കൻഡ് ഗോൾ അവരടിക്കുന്നു, തോക്കുന്നു. ആദ്യത്തെ കളി അങ്ങ് ഇന്ത്യയിൽ നിന്ന് വന്ന് മറ്റേ ഫസ്റ്റ് കളി തന്നെ പോകുന്ന തകരും എന്ന് വന്നപ്പോഴത്തേക്കും തോമസ് പാർട്ടി ഒരു ഗോൾ അടിച്ച് നമ്മളെ 2-1 ഒരു ചെറിയ പ്രതീക്ഷയായിരുന്നു. പിന്നെ വെയിറ്റ് ചെയ്ത് ഒരു 80 70 നിയർലി ആ റേഞ്ചിൽ ബെൻ വൈറ്റ് നമുക്കൊരു ഗോൾ അടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് എത്രയൊക്കെ നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാത്തൊരു പ്ലെയർ ആണെങ്കിൽ പോലും നമ്മൾ നെൽസൺ അന്ന് നമ്മളെ കാത്ത് രക്ഷിച്ച ഒരു ദിവസമാണ്. അതിനുള്ള റെസ്പെക്ട് ഞാൻ ജീവിതകാലം മരിക്കുന്ന വരെ ഞാൻ കൊടുക്കുന്നത്. എന്താണ് അരുൺ ബ്രോ അന്നത്തെ ഒരു ഫീലിംഗ്?
അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞു ലാസ്റ്റ് മിനിറ്റ്, അത് 90+6 7 എന്തോ ആയിരുന്നു അതിനകത്ത് ആഡഡ് ടൈം. ഞങ്ങൾ തലേ കൈ വെച്ചിട്ട് ഭയങ്കര ഓൾദോ നമ്മൾ ഈക്വലൈസ് ചെയ്തു 2-2 ആക്കി, പക്ഷെ അപ്പോഴും നമുക്കൊരു സങ്കടമായിരുന്നു. ഇവിടെ വരെ വന്നിട്ട് ഫസ്റ്റ് ടൈം കളി കാണാൻ വന്നിട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണല്ലോ. ആൻഡ് ഓൾസോ നമ്മൾ അന്ന് ടൈറ്റിൽ ടൈറ്റിലിന് വേണ്ടി നമ്മൾ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ് ആയിപ്പോയി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കോർണർ വന്നിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് ഇങ്ങനത്തെ മൊമെന്റ്സ് മറക്കാൻ പറ്റൂല. കാരണം ആ കാഴ്ചയൊക്കെ ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഇങ്ങനെ എന്താ പറയാ, അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ആ ഒരു ഗ്ലിറ്ററിങ് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയ്ക്കും എക്സ്പീരിയൻസ് ആയിരുന്നു. 90+7 ആ ഗോള് കയറിയത്. അതൊരു കിട്ടില്ല ഒരു ഗോളും പോയത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്റ്റേഡിയം അന്ന് കുലുങ്ങി, ലിറ്ററലി കുലുങ്ങി. അന്ന് എന്ത് നമ്മള് ആരോ എന്നിട്ട് നെക്സ്റ്റ് ഡേ റിപ്പോർട്ടും പറയുന്നുണ്ടായിരുന്നു, വൺ ഓഫ് ദി ഹയസ്റ്റ് ഡെസിബിൾ റേറ്റ്, അതായത് അത്രയ്ക്ക് എർത്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തരം ഒരു ടൈപ്പ് ഓഫ് ഇമ്പാക്റ്റ് ആയിരുന്നു ആ ഒരു വേറെ ലെവൽ ഫീലിംഗ് ആയിരുന്നു ബ്രോ. ജിതിൻ ബ്രോയുടെ ആ ഒരു ഗെയിം എക്സ്പീരിയൻസിനെ കുറിച്ചൊന്നും പറയാം. ഞാൻ ആർസണലിന്റെ മിക്ക കളികളും ഇപ്പം ജോലി സംബന്ധമായ തിരക്കുകൾ ഇല്ലെങ്കിൽ ഒരു വെറൈറ്റി രീതിയിൽ ഒരു സെക്കൻഡ് ഇനി പറഞ്ഞു. ഓക്കെ, സോ ആർസണലിന്റെ ഒരു ഗെയിം പോലും ജോലി ഇല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്യാറില്ല. മീൻസ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആർസണലിന്റെ എല്ലാ ലൈവ് ഗെയിമും ഞാൻ കാണാറുണ്ട്. ജോലിക്കിടയിലുള്ള കളികൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റാതെ വരാറുള്ളൂ. സോ നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഒരു സാധാ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു 3-0 ലീഡിലൊക്കെ നിൽക്കുന്ന ഒരു ടൈമിലാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു ഗെയിമാണ് വാച്ച് ചെയ്യാൻ വരുന്നതെങ്കിൽ ഉണ്ടല്ലോ, ആക്ച്വലി നിങ്ങൾക്ക് അത്രയും വലിയൊരു ഫീല് കിട്ടത്തില്ല. ക്യാമറയിലോട്ടോ നിങ്ങൾക്ക് ഒരു സംഭവം സംഭവം മേജർ ആയിട്ട് ഒരു സാധനം കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഞാൻ ഇവിടെ വരുന്നത്. ഈ വീഡിയോ കുലുങ്ങുമായിരിക്കാം, ലൈറ്റ് ഇല്ലാത്തൊരു പ്രശ്നം. ബാക്കിൽ നമ്മുടെ മേജർ തിയറി ഓൺറി സർ, ലെജൻഡ് ആൻഡ് വൺ ഓഫ് അവർ ബെസ്റ്റ് എവർ പ്ലെയർ എന്ന് പറയാം. പുള്ളിയുടെ സ്റ്റാച്യൂയുടെ മുമ്പിൽ ഇരുന്നാണ് ബാക്കിൽ നമ്മുടെ എമിറേറ്റ്സ് സ്റ്റേഡിയം. ഇതിലും വലിയ സന്തോഷം, സുഖം, മനസ്സിലൊരു സമാധാനം വേറൊന്നുമില്ല. സോ നീ ജസ്റ്റ് ഒന്ന് സ്റ്റേഡിയം മൊത്തത്തിലൊന്ന് കാണിച്ചേ. അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനി നമുക്ക് മാച്ച് ഡേ റിയാക്ഷൻസിലോട്ട് വരാം. ബാക്ക് ടു മാച്ച് ഡേ റിയാക്ഷൻസ്. എന്താണ് ബ്രോ പറയാനുള്ളത്? ഇവിടെ വരൂ, ഇരിക്കൂ, ഇവിടെ ഇരിക്കൂ. കമോൺ അരുൺ ബ്രോ, ഇവിടെ വരൂ, ബാക്കിലോട്ട് വരൂ. അതെ, അപ്പം കഴിഞ്ഞ ദിവസം പ്രീ സീസൺ നമ്മുടെ 3 കളികൾ കഴിഞ്ഞു. അപ്പം എന്താണ് ആദ്യത്തെ കളി AC മിലാൻ 1-0 നമ്മൾ ജയിച്ചു. പെനൽറ്റി ഷൂട്ട് ഔട്ട് നമ്മൾ തോറ്റു. ദാറ്റ് വാസ് ഫൈൻ. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവമായിരുന്നു കെപ്പയുടെ കുറെ സേവുകൾ. അതിലും പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡേഗാർഡിന്റെ മിസ്, അങ്ങനത്തെ കുറച്ച് 1-2 പ്ലേയേഴ്സിന്റെ മിസ്. ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് അൾട്ടിമേറ്റ്ലി അത് പ്രശ്നം ആവരുത്. ലൈക്ക് പ്രാക്ടീസ് മാച്ച് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ന്യൂ കാസിൽ വിച്ച് വാസ് എ മോർ ഫിസിക്കൽ ഗെയിം. അവർ ചുമ്മാ ഫിസിക്കാലിറ്റി കാണിച്ച് അവരെന്താ ഡെസ്പറേറ്റ് ഫോർ 3 പോയിന്റ്സ് എന്നൊരു കളി പോലെയാണ് അവർ കളിച്ചത്. ആ ഫിസിക്കാലിറ്റി നമ്മളന്ന് മാച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ നോർത്ത് ലണ്ടൻ റൈവൽസ് ആയിട്ട് കളിച്ച കളി 1-0. ടു ബി ഫെയർ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ആ കളി നമ്മൾ ഏറ്റവും വീക്കസ്റ്റ് ആയിരുന്നു പ്രീ സീസണിൽ. എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞ പോലെ AC മിലാൻ, ന്യൂ കാസിൽ, ടോട്ടനം, ഈ 3 ടീമിനെതിരെയുള്ള കളി, ഇതിൽ ടോട്ടനം ഗെയിം ഞാൻ മിസ്സാക്കിയായിരുന്നു. പക്ഷെ എന്നാൽ ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടു. നമ്മുടെ ന്യൂ അഡീഷൻസ് ആയിട്ട് വന്നിട്ടുള്ള പ്ലേയേഴ്സ് അവരെന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒഡേഗാർഡ് ആണെങ്കിലും മാർട്ടിനെല്ലി ആണെങ്കിലും നമ്മൾ കഴിഞ്ഞ സീസണിൽ എന്താണ് ആവർത്തിച്ചത്, ആ സെയിം അതിന് തന്നെ ഒരു റെപ്ലിക്ക തന്നെ കാണിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. യെസ്, നമ്മൾ മോശമായിട്ട് കളിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ട്രാൻസിഷൻ്റെ കേസസിൽ വരുമ്പം, അല്ലെങ്കിൽ ഒരുപാട് ബോൾ ഹോൾഡ് ചെയ്യുന്നതും ഭയങ്കര പ്രെഡിക്റ്റബിൾ ആകുന്നതും, ഇതൊക്കെ
സോഫാർ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടത് തന്നെയാണ് ഈ കാര്യങ്ങളിലും എനിക്ക് കാണാൻ കഴിഞ്ഞത്. പ്രെഡിക്റ്റബിലിറ്റി ഭയങ്കരമാണ്, അതാണ് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. ഇപ്പം നമ്മൾ അറിയാം, നമ്മൾ ലെഫ്റ്റ് വിങ്ങിലേക്ക് പോകുന്നു, അവിടുന്ന് ബോൾ ബാക്കിലേക്ക് എടുക്കുന്നു, പിന്നെ റൈറ്റിലൂടെ ഒരു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, പിന്നെ ബാക്കിലേക്ക് എടുക്കുന്നു, ഒരു ക്രോസ് വെക്കുന്നു, പക്ഷെ കണക്ട് ചെയ്യാൻ നല്ല ആൾക്കാരുണ്ടാവുന്നില്ല. ചാൻസസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗോക്കറസ് ടോട്ടനത്തിനുള്ള കളിയിൽ നിയർലി 30 മിനിറ്റ്സ് ഉള്ളിൽ കളിച്ചില്ലായിരുന്നു. 30 മിനിറ്റ്സ് കളിച്ചിട്ടില്ല, 78th ഓക്കെ കുറച്ച് ടൈമേ കിട്ടിയിട്ടുള്ളൂ. പുള്ളി വന്നിട്ടും നമ്മുടെ ടാറ്റിക്സിൽ ഗോക്കറസിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. യെസ്, ഇത് ജഡ്ജ് ചെയ്യാൻ മാത്രമൊന്നും അല്ല, ഇത് ആക്ച്വലി ഫ്രണ്ട്ലീസ് ആണ്. പ്രീ സീസണിന് മുന്നേ മാനേജേഴ്സിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ ടാക്ടിക്കലായിട്ട് പ്ലാൻ ചെയ്യാനുള്ള മാച്ച് പോലെയാണ് പ്രീ സീസൺ കണ്ടാൽ മതി. എന്നാലും ഇമ്പ്രൂവ്മെന്റ്സ് ഒരുപാട് വേണം. നമുക്കിപ്പോൾ സ്ക്വാഡുണ്ട്. സോ ഈ സ്ക്വാഡ് വെച്ചിട്ട് ഒന്നും നേടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ മോശം കാര്യമായിരിക്കും. അതെ, അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് മൊത്തത്തിൽ യോജിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം പ്രീ സീസണിൽ നമുക്ക് പുതിയ സൈനിങ്സിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ടാക്ടിക്കലി ചേഞ്ചസ് എനിക്കൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ഓഫ്ലൈൻ ഡിസ്കഷൻ ചെയ്തപ്പോഴും ഏറ്റവും കൂടുതൽ അരുൺ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ടാക്ടിക്കലി ഒരു ചേഞ്ച് കാണുന്നില്ല. ഐദർ എനിക്ക് തോന്നുന്ന ഫോൾട്ട് ഈസ് ദെയർ ഓൺ ലെഫ്റ്റ് വിങ്, പിന്നെ ഫോൾട്ട് ഈസ് ദെയർ ഓൺ ഒഡേഗാർഡ് സ്പാർക്ക് ചെയ്യുന്നുണ്ട് മൊമെന്റ്സിൽ, പക്ഷെ ഒഡേഗാർഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നും എനിക്ക് കിട്ടുന്നില്ല. എന്താണ് അരുൺ ബ്രോ അതിൽ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസ് ആയിട്ട് ഞാനിങ്ങനെ ഓരോ സെയിം കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. നമ്മളിൽ നിന്നൊരു ഡിഫറെന്റ് പാറ്റേൺ ഓഫ് പ്ലേ കാണുന്നേ ഇല്ല ഒട്ടും. വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള പാറ്റേൺ ഓഫ് പ്ലേ ആണ് കാണുന്നത്. യെസ്, ഇപ്പൊ പണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്, വളരെ പ്രിഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ അവർക്ക് കുറച്ചുകൂടെ മാജിക്കൽ പ്ലേയേഴ്സും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമുണ്ട്. പക്ഷെ എങ്കിൽ കൂടെയും അവർ കുറെ കൂടെ ഡയറക്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമായിരുന്നു. നമ്മുടെ അത്രയും ഒരു എന്താ പറയാ, ഇതിനനുസരിച്ചേ കളിക്കൂ, ഒരു വളരെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് മാത്രമേ കളിക്കൂ, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ അവൻ അവിടെ പോയാലേ ഞാൻ പാസ് കൊടുക്കൂ എന്നുള്ള രീതിയിലുള്ള യന്ത്ര രീതിയിലുള്ള റോബോട്ടിക് ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് അല്ലായിരുന്നു സിറ്റി കളി. പക്ഷെ നമ്മുടെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് എനിക്ക് പറഞ്ഞില്ല, ഓരോ വർഷം കഴിയുന്തോറും റിഗ്രസ് ചെയ്ത് വരുവാണ്. ഒന്നെങ്കിൽ ഓപ്പോസിഷൻ ടീംസ് നമ്മുടെ ടാക്ടിക്സ് മനസ്സിലാക്കി അത് ക്ലീൻ ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പഠിച്ചു. അതായിരിക്കും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ആർട്ടറ്റയ്ക്ക് ട്വീക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. അതൊരു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ലോ ബ്ലോക്ക് ടീമോ അല്ലെങ്കിൽ ഒരു മേജർ ടോപ്പ് 6 ടീംസ് അതൊന്നും അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു മിഡ് ബ്ലോക്ക് ടീം, ഇപ്പം ടോട്ടനാമിന്റെ കോച്ച് എന്ന് പറയുന്നത് തോമസ് ഫ്രാങ്ക് ആണ്. തോമസ് ഫ്രാങ്ക് ഇന്നലത്തെ മാച്ചിൽ തന്നെ നോക്കുകയാണെങ്കിൽ മേജറായിട്ട് തോമസ് ഫ്രാങ്ക് കളിച്ചൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ബ്രെൻഫോർഡിന്റെ ആയിരുന്നപ്പോഴും ഇതേപോലെയാണെന്ന് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ബ്രെൻഫോർഡിന്റെ കൂടെ ആ പ്ലേയേഴ്സ് അത്രയും ഈ സ്പേഴ്സിന്റെ അത്രയും പ്ലേയേഴ്സ് അത്ര നല്ലതല്ലായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പല മാച്ചസും ജയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. 1-0, 2-1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജയിക്കുന്നത്. പക്ഷെ അഗെയിൻ ആ ബ്രെൻഫോർഡ് അന്ന് കളിക്കുമ്പോഴും സോളിഡ് ആയിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതേ ഒരു സിസ്റ്റം തന്നെ സ്പേഴ്സിന് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ സ്പേഴ്സ് ആ ടാക്ടിക്സിനനുസരിച്ച് ആ ക്വാളിറ്റി ഓഫ് പ്ലേയേഴ്സ് കൂടി. അപ്പം നമുക്ക് അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. ആസ്റ്റൺ വില്ലക്കെതിരെ, ന്യൂകാസലിനെതിരെ ഒക്കെ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ക്വാളിറ്റി റണ്ണർ ഉള്ള ഒരു ടീമാണ്, അത്യാവശ്യം ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി ഉള്ളൊരു ടീമാണെങ്കിൽ നമുക്ക് അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ അറിയത്തില്ല. ആ ടാക്ടിക്കലി നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ പ്ലേയേഴ്സ് എഫേർട്ട് എടുക്കുന്നുമില്ല, ഔട്ട് ഓഫ് ദ ബോക്സ് പോയി കളിക്കുന്നില്ല. മാർട്ടിനെല്ലി, ഒഡേഗാർഡ് അണ്ടർ ഹൈ സ്ക്രൂട്ടനിയാണ് എന്നെ സംബന്ധിച്ച്. മാർട്ടിനെല്ലി ഒന്നും തന്നെ ചെയ്യുന്നില്ല. ട്രൊസാർഡിനെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള പേസ് ഇല്ല. പക്ഷെ ട്രൊസാർഡ് പിന്നെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ യോക്രോസിനെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രൈക്കർ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ പോലും സെൻട്രൽ ഏരിയാസിൽ ഇപ്പോഴും നമ്മൾക്ക് ഒരു മൂവ്മെന്റോ ഒന്നും കാണുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ആർട്ടറ്റയ്ക്ക് ടാക്ടിക്സ് ട്വീക്ക് ചെയ്യേണ്ടി വരും, എന്നാലേ നമുക്ക് ഈ സീസൺ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല, ട്രോഫിയോ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനും ഇല്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും. യോക്കറസിന്റെ ഇമ്പാക്ട് എന്താണെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കളിയിൽ ഇമ്പാക്ട് ഉണ്ടാവും, 100% ഷുവർ. അത് നല്ല രീതിക്ക് ചേഞ്ച് നമുക്ക് മനസ്സിലാവും. ബട്ട് യോക്കറസിന്റെ എന്ത് ലെവലിലാണ് നമുക്ക് ഇമ്പാക്ട് വരാൻ പോണേ എന്നുള്ള കാര്യം വരാൻ പോകുന്ന എമിറേറ്റ്സ് കപ്പിലായിരിക്കും. കാരണം പുള്ളി ടീമായിട്ട് ജെല്ലായിട്ടേ ഉള്ളൂ. ട്രാവൽ ടൈം ഉണ്ടായി, മെഡിക്കൽ എല്ലാം ധൃതി പിടിച്ചിട്ട് പുള്ളി അവിടെ പോയി
മറ്റേ കഴിഞ്ഞ ഗെയിമിൽ ന്യൂ കാസിൽ ഗെയിമിൽ പുള്ളി അവിടെ എത്തിയിട്ടുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഒരു 3 ദിവസമാണ് ആ ടീമായിട്ട് ജെല്ലാൻ കിട്ടുന്നത്. അപ്പം എന്താണ് സുബിമെൻഡി ഉദ്ദേശിക്കുന്നത്, ഒഡേഗാർഡ് ഉദ്ദേശിക്കുന്നത്, ഏത് പൊസിഷനിലാണ് പ്ലെയർ? ഇപ്പൊ യോക്കറസിന്റെ ചിന്ത അനുസരിച്ച് ഡി ബോക്സിനുള്ളിലാണ് കയറണം എന്ന് മൈൻഡ് സെറ്റ് ഉണ്ട്. നമ്മുടെ പ്ലേയേഴ്സ് കട്ട് ബാക്ക് ചെയ്തിട്ട് അകത്താണെന്നുണ്ടെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ ടൈം വേണം. അല്ലെങ്കിൽ യോക്കറസിന്റെ റണ്ണിനനുസരിച്ച് നമ്മുടെ പ്ലേയേഴ്സ് അഡാപ്റ്റ് ചെയ്യാൻ. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ പോലും മാർട്ടിനെല്ലിയുടെ ഇമ്പാക്റ്റും ഒഡേഗാർഡിന്റെ ഇമ്പാക്റ്റും ആണ് മേജർലി നമുക്ക് പ്രശ്നം വരുന്നത് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കഴിഞ്ഞ കളിയിലാണെങ്കിലും ആസ് യൂഷ്വൽ ഒഡേഗാർഡ് ഒരു ട്രാൻസിഷനൊക്കെ വന്ന് ഒഡേഗാർഡിന്റെ കയ്യിൽ ബോൾ കിട്ടിക്കഴിയുമ്പം പുള്ളി സ്ലോ ആക്കുന്നുണ്ട് കളി. ജസ്റ്റ് ഒരു ഫസ്റ്റ് ടച്ച് എടുത്ത് അടുത്ത ആൾക്ക് കൊടുക്കുന്നതിന് പകരം ന്യൂ കാസിനെതിരെ കളിയിൽ നല്ലൊരു ചാൻസ് നമുക്ക് ട്രാൻസിഷൻ കിട്ടിക്കഴിഞ്ഞപ്പം ഒഡേഗാർഡിന് അത് മറിച്ച് കൊടുക്കായിരുന്നു. ഈസി ആയിട്ട് ഡോമന് കൊടുക്കായിരുന്നു. പക്ഷെ പുള്ളി ഹോൾഡ് ചെയ്ത് റൺ ചെയ്യാൻ നോക്കി അപ്പത്തേനും ഡിഫൻഡേഴ്സ് അവിടെ വന്ന് കവർ ചെയ്തു. ഒഡേഗാർഡിന്റെ ഒരു മെയിൻ ഇഷ്യൂ അതാണ്. ഒരുപാട് ബോൾ ഹോൾഡ് ചെയ്ത് റൺ ചെയ്യാൻ നോക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, തിരിയുന്നു, അങ്ങോട്ട് കാണിക്കുന്നു, ഇങ്ങോട്ട് കാണിക്കുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി അവർ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞു. നമുക്ക് അവിടെ ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം ആ ബോൾ സുബിമെൻഡിയുടെ കയ്യിലായിരുന്നെങ്കിൽ ഫസ്റ്റ് ടൈം പുള്ളി ആ ബോൾ റിലീസ് ചെയ്തതിനെ മേ ബി ഡോമന് തന്നെ ഫിനിഷ് ചെയ്യാവുന്നുണ്ടായിരുന്നുള്ളൂ. പ്ലസ് പോയിന്റ് ഇപ്പം കറന്റ് നമ്മുടെ സ്ക്വാഡിലുള്ള പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പം നല്ല ഇമ്പ്രൂവ്മെന്റ് എനിക്ക് കാണാൻ കഴിയുന്നത് ഹാവർട്സിലാണ്. ഹാവർട്സ് കഴിഞ്ഞ സീസണിൽ എവിടെ നിർത്തിയോ, ഇപ്പം KGF ഫസ്റ്റിലെ റോക്കി ബായ് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു 10 ഇരട്ടി ഓറഫാമിങ്ങുമായിട്ടാണ് പുള്ളി സീസൺ 2 വന്നത്. അതേപോലെയാണ് ഹാവർട്സിന് ഇപ്പോൾ കളികളിലൊക്കെ ഹാവർട്സ് നല്ലോണം ബെറ്റർ ആവുന്നുണ്ട്. പ്രീ സീസൺ വെച്ചൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലല്ല, പ്രീ സീസൺ വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഹാവർട്സിന്റെ മേജർ കാര്യം ഒറ്റൊരു കാര്യം മിസ്സിംഗ് ഉള്ളൂ, ഫൈനൽ ബോൾ ഫിനിഷിങ്. ആ ഫിനിഷിങ് ടച്ച് മര്യാദയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഫിസിക്കാലിറ്റി പക്കയായി. ഫിസിക്കാലിറ്റി ഓൾറെഡി ഉണ്ടായിരുന്നു, അത് ഭയങ്കരമായിട്ട് ഫിസിക്ക് വെച്ചു സ്ട്രോങ് ആയി. ബോൾ ഹോൾഡ് ചെയ്യുന്നതാണെങ്കിലും ബോക്സിൽ ഓടുന്ന 1 ടച്ച് പാസ് കൊടുക്കുന്നതും അസിസ്റ്റ് കൊടുക്കുന്നത്. കാരണം സെക്കൻഡ് ഗെയിം ന്യൂ കാസിൽ ഗെയിം ആണോ ഫസ്റ്റ് ഗെയിം ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ആ 1 ടച്ച് പാസിൽ ത്രൂ ബോൾ കൊടുക്കുന്നു, അസിസ്റ്റ് കൊടുത്തിട്ട് ഇമ്പാക്റ്റിൽ ആ ഗോൾ അടിക്കുന്നു. അതെല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ടാക്ടിക്കലി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഫൈനൽ ബോൾ ഇൻ ടു ദ ഗോൾ ആസ് എ സ്ട്രൈക്കർ പുള്ളിയുടെ ഇമ്പാക്റ്റ് ആവുന്നില്ല. ആസ് എ സ്ട്രൈക്കർ ഹാവർട്സ് ഒരുപാട് ഗോൾ സ്കോർ ചെയ്യണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഹാവർട്സ് ഒരു നാച്ചുറൽ സ്ട്രൈക്കർ അല്ല. സോ പുള്ളി ന്യൂകാസിനെതിരെ കളിയിലെ 2 ഗോളിലും മെയിൻ ഇൻവോൾവ്മെന്റ് ഹാവർട്സിന്റെ കയ്യിലായിരുന്നു. പറയാം, ഓൺ ഗോൾ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഗോളിന് അസിസ്റ്റ് കൊടുത്ത ഹാവർട്സ് ആണ്. സോ അത് ചെയ്താൽ മതി. അതെ, ഞാൻ ഹാവർട്സിൽ നിന്ന് അതേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പുള്ളി അത് ഈ സീസണിൽ ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നല്ലോണം. അതൊരു കാണാനുണ്ട്. എനിക്കെന്താ അറിയോ, ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ടാക്ടിക്സ് വെച്ചിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഹാവർട്സ് മാത്രമേ ഉള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. നമ്മുടെ എല്ലാ പാറ്റേൺ ഓഫ് പ്ലേയിലും ബോൾ കുറച്ചെങ്കിലും ഫ്രണ്ടിലോട്ട് പോകുന്നത് റായ ബോൾ അടിച്ച് ഫ്രണ്ടിലിടുമ്പം ഹാവർട്സ് എങ്ങനെ വന്നാലും അത് ഡോമിനേറ്റ് ചെയ്തിരിക്കും. ആ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഹാവർട്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇതുള്ളത്. പിന്നെ ടോട്ടനമുള്ള കളിയിൽ നമ്മൾ കണ്ടതാണ്, ബോൾ കൊടുത്തു, ഹാവർട്സ് ഫസ്റ്റ് ടച്ച് എടുത്തു, ടേൺ ചെയ്തു, അടിച്ചു, പക്ഷെ കണക്ട് ആയില്ല പ്രോപ്പറായിട്ട്. അതെ അല്ല, എനിക്ക് അതാണ് തോന്നിയിട്ടുള്ള ആ ഒരു പ്ലേയില് ഹാവർട്സ് ഇസ് പെർഫെക്റ്റ്. പക്ഷെ നമുക്കിപ്പം ഒരു സ്ട്രൈക്കർ വന്നിട്ടുണ്ട്. ആ സ്ട്രൈക്കർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും അധികം എയറിൽ ബോൾ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല യോക്കറസ്. യോക്കറസ് ഒരു റണ്ണറാണ്. അല്ലെങ്കിൽ യോക്കറസിന് സെൻട്രൽ ഏരിയാസിലൂടെ ബോൾ കൊടുത്താലേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ക്രോസ് ഇട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതെ, ഇതിൽ എനിക്കിപ്പോ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, 2015 ടിയറി ഓൺറി തിരിച്ചു വന്നത്. നമ്മുടെ 11-12 തിരിച്ചു വന്നത്. ആ ഒരു സീസണിൽ ഓൺറി തിരിച്ച് വന്നതിന്റെ ഇമ്പാക്റ്റ് ഇല്ലേ, അതാണ് യോക്കറസ് ഇപ്പം നമ്മുടെ ടീമിൽ വന്നപ്പോൾ ഒരു ഫാൻസിന്റെ ഇമ്പാക്റ്റ് അവർക്ക് അവന് കിട്ടിയേക്കുന്നത്. അതേപോലെ വേറൊരു മേജർ പോയിന്റ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒഡേഗാർഡും പിന്നെ എസ്പെഷ്യലി മാർട്ടിനെല്ലി, മാക്സ് ഡോമൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറയും. കാരണം മാക്സ് ഡോമൻ സ്ട്രെയിറ്റ് ഓൺ അറ്റാക്ക്, അകത്ത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അകത്ത് കട്ട് ചെയ്യും, ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വെണ്ടിയും, പിന്നെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഷൂട്ട് ചെയ്യും, പവർഫുൾ ഷോട്ട് എടുക്കുന്നു. ഷോട്ട് എടുക്കാൻ ഒരു പേടിയില്ല. അതും 15 year old പയ്യനാണത് ചെയ്യുന്നത്. അതിൻ്റെ
പകുതി ഇമ്പാക്റ്റ് ഈ 2 പ്ലെയേഴ്സിൽ നിന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ലെഫ്റ്റ് വിങ്ങിൽ നിന്നും സെൻട്രലിൽ നിന്നും അത് കിട്ടിക്കഴിഞ്ഞാൽ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ആ കളിയിൽ. ഈ 2 എണ്ണമാണ്, ഈ 2 എണ്ണത്തിൽ ആ ഒരു പേസും ആ ഒരു ഡയറക്റ്റ് അറ്റാക്കും വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇറ്റ്. അതാണ് വേണ്ടത്. ഇതൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാച്ചിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളതാണ്. ഇപ്പൊ ഇനിയിപ്പം വരുന്നത് എമിറേറ്റ്സ് കപ്പാണ്. എമിറേറ്റ്സ് കപ്പിൽ ഫസ്റ്റ് ഗെയിം വില്ലറിയലായിട്ടാണ് തോന്നുന്നു ഫസ്റ്റ് ഗെയിം. ആൻഡ് ദെൻ എമിറേറ്റ്സ് ഇവിടെ തന്നെയാണ്. ടിക്കറ്റ്സ് ഒന്നുമില്ല, എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. നോക്കി ഒന്നും കിടപ്പില്ല. ഓക്കെ, അപ്പം നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു ഗെയിം ഏതെങ്കിലും ഒരു ഗെയിം വന്ന് കാണണം എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ഒന്നും ഒരു രക്ഷയില്ല, കിട്ടാൻ നല്ല പാടാണ്. യെസ്, അപ്പം നമുക്ക് ഇനിയും എമിറേറ്റ്സ് കപ്പ് കഴിഞ്ഞ് ഇനിയിപ്പം മറ്റെന്തെങ്കിലും സംസാരിക്കാനായിട്ട് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനായിട്ടുണ്ടോ? എനിക്കൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുണ്ട്. അത് മാർട്ടിനലിനെ പറ്റിയാണ്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റേഡിയത്തിലൊക്കെ വന്നപ്പം ബാക്കിയുള്ള ആർസണൽ ഫാൻസിനോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം സ്റ്റാഫ്സ് ആയിട്ടുള്ളവരും ഇവിടെയുള്ള സ്റ്റാഫ്സ് ഉണ്ടല്ലോ, ഇവർ പ്രോബബ്ലി കുറേ അധികം പേര് ആർസണൽ ഫാൻസാണ്. അത് 90% മേ ബി അതിലും കൂടുതൽ. നല്ല നോളജും ഉണ്ട് ക്ലബിനെ പറ്റി. അവരുടെ ജോലി ആയതുകൊണ്ട് മാത്രമല്ല, അവരുടെ എക്സ്പെക്റ്റേഷൻസും അവർക്ക് ക്ലബിനെ പറ്റിയുള്ള വ്യൂ പോയിന്റ്സും മറ്റു കാര്യങ്ങളും, ഹിസ്റ്ററി, നമുക്കൊരു അറിയില്ലാത്ത പല കാര്യങ്ങളും, എസ്പെഷ്യലി വുമൻസ് ടീമിനെ പറ്റിയുള്ള പല കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങൾക്കറിയാം, ആർസണൽ വുമൻസ് ടീമാണ് ലോകത്തിൽ ഒരൊറ്റ സീസണിൽ 6 കപ്പടിച്ച ഏക ഫുട്ബോൾ ടീം. പ്രൊഫഷണൽ ഫുട്ബോൾ ടീം ആർസണൽ വുമൻസ് കപ്പാണ്. അത് മെൻ ഓർ വുമൻസ് ഒരു സീസണിൽ 6 കപ്പടിച്ച ഏക ഫുട്ബോൾ ടീം ആർസണൽ വുമൻസ് ടീമാണ്. ആർസണൽ വുമൻസ് ടീമിന് ഒരു ഇൻവിൻസിബിൾസ് ഉണ്ട്. അതും പലർക്കും അറിയത്തില്ല. അതും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത്. കുറെ കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്ന ഓരോ സ്റ്റാഫിന്റെ എന്നൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഇൻഡെപ്ത് ഡീറ്റെയിൽ ഇല്ല. ഇപ്പം പ്ലെയേഴ്സിന്റെ ആണെങ്കിലും കോച്ചിന്റെ ആണെങ്കിലും അവരുടെ ഇൻഡെപ്ത് കുറെ കാര്യങ്ങൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അവർക്ക് എന്തോ റെസ്പെക്ട് ഇവരുടെ നിന്ന് കിട്ടുന്നുണ്ട്, പ്ലെയേഴ്സിന്റെ ഒരു വാല്യൂ കിട്ടുന്നുണ്ടെന്നൊക്കെ അവരുടെ സംസാരിക്കുമ്പോഴും അവരെന്തോരം ഇതിനെ അഡ്മയർ ചെയ്തിട്ടാണ്. അവർക്ക് ഈ ജോലി അതിനെക്കാട്ടും കൂടുതൽ അവരുടെ അഡ്മിറേഷൻ ആണ് ഈ ക്ലബിനോടുള്ള ഇതും. അങ്ങനെ പാഷനോടെ കുറെ പേര് ചെയ്യുന്ന കുറെ പേരുണ്ട് ഇവിടെ, പാഷൻ ബേസ് ചെയ്തിട്ട്. ഇപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തോ, അവിടെ പോയി നിന്ന് കുറച്ചും കൂടെ നല്ല ആംഗിളിൽ ഞാൻ എടുത്തുതരാം, ഈ പോസ് ചെയ്. അപ്പം അങ്ങനെ ഒരു ക്ലബിനോടുള്ള ഒരു ഇത് കാണിക്കാൻ അവർ നമ്മളെ പ്രേരിപ്പിക്കുമ്പം അവരുടെ പാഷൻ എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് കുറെ മനസ്സിലാവുന്നുണ്ട്. സോ ഓൺ ദാറ്റ് പോസിറ്റീവ് നോട്ട് നമുക്ക് ഈ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് വീഡിയോ ഫ്രം എമിറേറ്റ്സ് വുഡ് ബി 2025-26 പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയിട്ട് നമ്മളിവിടെ വരുമ്പം ആ ഒരു വ്ളോഗ് നമ്മുടെ പെരേഡൊക്കെ ഇല്ലേ, അതോടെ അതിൻ്റെ ഒരു വ്ളോഗായിട്ട് മല്ലു ടോക്സ് ആർസണൽ വരുന്നു എന്ന് വാഗ്ദാനവും തന്നിട്ട് ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യുന്നു. ദിസ് ഈസ് മൈ പോസിറ്റീവ് നോട്ട്. നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കുക.